സിന്ധുവും അശ്വിനും ഒരുമിച്ച് നൃത്തം ചെയ്യുന്നൊരു വീഡിയോ ആണ് വൈറലായി മാറുന്നത്. ദിയ കൃഷ്ണയുടെ ഭർത്താവും അമ്മയുമാണത്. സിന്ധുവും അശ്വിനും അത്രമേൽ സൗഹൃദത്തിലാണ് എന്ന് മനസ്സിലാകുന്നു. ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി അത് മാറുകയുമാണ്. അശ്വിനോടുള്ള സ്നേഹം പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട്. ഇവർ തമ്മിൽ എന്ത് അടുപ്പത്തിലാണെന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അശ്വിനും ദിയയുടെ വീട്ടുകാരും തമ്മിൽ വലിയ അടുപ്പമില്ല എന്ന് പറയുന്നവർ ഒരുപാട് പേരാണ്. എന്നാൽ അഹാനയോടുൾപ്പെടെ തന്നെ അശ്വിൻ എല്ലാവരോടും സംസാരിക്കാറുണ്ട്. എല്ലാവരോടും വളരെ നല്ല ബഹുമാനത്തോടെ പെരുമാറുന്ന വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ അശ്വിൻ. ദിയ കുറച്ചുകൂടി കാര്യങ്ങൾ നോക്കിയേ പെരുമാറാറുള്ളൂ. എന്നാൽ അശ്വിൻ അങ്ങനെയല്ല. ഇപ്പോൾ അവരുടെ മരുതൻകുഴി വീടിന് തൊട്ടടുത്ത് നടക്കുന്ന ക്ഷേത്രത്തിലെ പാട്ട് കേട്ട ഉടനെ തുള്ളിച്ചാടുകയാണ് സിന്ധുവും അശ്വിനും. അവർ രണ്ടുപേരും പാട്ടിനനുസരിച്ച് തന്നെ തുള്ളിച്ചാടുന്ന വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ട് ഇരിക്കുന്നത്. സിന്ധുവും അശ്വിനും വളരെ നല്ല കൂട്ടാണെന്ന് ഇത് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. സിന്ധുവിൻ്റെ കൂടെ വളരെയധികം സമയമൊന്നും ദിയെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സിന്ധുവും ദിയയും തമ്മിൽ വലിയ കൂട്ടാണെന്ന് തോന്നുന്നില്ല. പക്ഷേ സിന്ധുവും ഇപ്പോൾ അശ്വിനും തമ്മിൽ ഇങ്ങനെ നൃത്തം ചെയ്തപ്പോൾ അത് വല്ലാത്ത സന്തോഷമായി തോന്നിയെന്ന് പറയുന്നു. അത് പ്രേക്ഷകരും ഏറ്റെടുക്കുന്ന വാർത്തയായി മാറിയെന്ന് പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെ ഇതേ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും അങ്ങനെയാണ്. ആരാധകർക്ക് ആ വാർത്ത വളരെയധികം ഇഷ്ടമാണെന്ന് പറയുന്നു. ദിയയും സഹോദരിമാരും അതുപോലെ ദിയയുടെ അച്ഛനും അമ്മയും ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഇനിയൊരു കുഞ്ഞുകൂടി വരുമ്പോഴുള്ള കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാറുള്ളത്. ദിയയ്ക്ക് ഒരു ഇഞ്ചക്ഷൻ തന്നെ പേടിയാണ്. ആ ദിയ എങ്ങനെ പ്രസവിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു. സി സെക്ഷൻ ആണെങ്കിൽ പോലും വേദന തിന്നേണ്ടി വരും, അത്രമാത്രം വേദനയാണ് എന്ന് പറയുന്നുണ്ട്. നോർമൽ ഡെലിവറി മാത്രമേ നോക്കൂ, എല്ലാ ഡോക്ടർമാരും അങ്ങനെ തന്നെയാണ്. എന്നാൽ നോർമൽ ഡെലിവറി പറ്റാതെ വരുന്ന സാഹചര്യം ഉണ്ടാകും, അപ്പോൾ സിസേറിയൻ ചെയ്തേ മതിയാകൂ. അങ്ങനൊരു സാഹചര്യം ഉണ്ടാകല്ലേ എന്ന് പ്രാർത്ഥിക്കാനേ സാധിക്കൂ. എന്നാൽ ഓസിക്കത് വളരെയധികം ബുദ്ധിമുട്ടായി മാറും, വളരെയധികം പ്രശ്നമായി മാറും. ഒന്നുകിൽ തന്നെ നല്ല വേദനയായിരിക്കും, അതിൻ്റെ കൂടെ തന്നെ ഇത്തരത്തിൽ ഓരോ കാര്യങ്ങളാണെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുമ്പോൾ തന്നെ ബുദ്ധിമുട്ടായി മാറും. ദിയ കൃഷ്ണ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ തന്നെ പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്ന ചർച്ചകൾ നീണ്ടു നിൽക്കുകയാണ്. ആ ചർച്ചകളൊക്കെ തന്നെയും ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ദിയയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും അതുപോലെ തന്നെയാണ്. ആരാധകരോടുള്ള സ്നേഹം തന്നെ അറിയിക്കുന്നുമുണ്ട്. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്ത എന്ന് ഒരു വട്ടം പറഞ്ഞാൽ പോരാ, അത്രമേൽ പ്രിയപ്പെട്ട വാർത്തയായി തന്നെ അത് മാറുകയുമാണ്. ആരാധകരുടെ വാർത്തകൾ പ്രത്യേകമായി ഏറ്റെടുക്കുന്നുണ്ട്. ദിയയുടെ അമ്മയും ഭർത്താവും ഇപ്പോൾ ഒരുമിച്ച് നൃത്തം ചെയ്തിരിക്കുന്ന വീഡിയോ തന്നെയാണ് വൈറലായി മാറുന്നത്. ദിയയ്ക്ക് ഇതിൽ പരം എന്തു വേണം? അച്ഛനും അമ്മയും ഒക്കെ തൻ്റെ ഭർത്താവിനെ സ്വന്തം മകനെ പോലെ കണ്ട് ഇത്രയും കോൺഫിഡൻസോടെ വളരെയധികം തന്നെ നൃത്തം ചെയ്യുന്നു. ഞങ്ങളുടെ വീട്ടിലൊന്നും ഇങ്ങനെ സാധിക്കില്ല. ദിയയ്ക്കും ദിയയുടെ അച്ഛനും അമ്മയ്ക്കുമാണ് ഇത് സാധിക്കുക. 4 പെൺമക്കളെ വളർത്തി അവർ അങ്ങനെ ശീലിച്ചു പോയി. മക്കളുടെ സുഹൃത്തുക്കളെയും ഇപ്പോൾ മക്കളുടെ ഭർത്താവിനെയും ഒക്കെ തന്നെ സ്നേഹിക്കാൻ അവർ പഠിച്ചു കഴിഞ്ഞു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.